ഇറാൻ രാഷ്ട്രീയത്തിലെ കരുത്തനും പരമോന്നത സുരക്ഷാ കൗൺസിൽ മേധാവിയുമായ അലി ലാരിജാനി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഒന്നാമനായിരുന്നു അലി ലാരിജാനി. 2 ആഴ്ചയായി ഓരോ ദിവസവും ഒളിത്താവളങ്ങൾ മാറി മാറി താമസിച്ച് ഇസ്രായേലിനെ വെട്ടിച്ച ലാരിജാനിക്ക് എവിടെയാണ് പിഴച്ചത്? പരിശോധിക്കാം വിശദമായി. കഴിഞ്ഞ ചൊവ്വാഴ്ച ടെഹ്റാനിലെ പർദീസിൽ തൻ്റെ മകളുടെ വീട് സന്ദർശിക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം. എന്നാൽ ആ വിവരം നിമിഷങ്ങൾക്കുള്ളിൽ ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ചു. അവിടുത്തെ നാട്ടുകാരിൽ നിന്ന് തന്നെ ലഭിച്ച വിലപ്പെട്ട വിവരമാണ് ഈ ഓപ്പറേഷന് പിന്നിലെന്നാണ് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. മകളുടെ വീട് ലക്ഷ്യമിട്ട് നടത്തിയ ആ ക്രൂരമായ ആക്രമണത്തിൽ ലാരിജാനിയും മകനും അംഗരക്ഷകരും മരണപ്പെടുകയായിരുന്നു. ഇറാനെ സംബന്ധിച്ച് ഈ വേട്ട ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കേട്ടോ. പതിറ്റാണ്ടുകളായി ഇറാൻ ഭരണകൂടത്തെയും അവരുടെ സൈനിക ശക്തിയും തകർക്കാൻ ഇസ്രായേലിൻ്റെ മൊസാദും അമേരിക്കയുടെ സിഐയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2006 മാത്രം ഈ രഹസ്യാന്വേഷണ ഏജൻസികൾ 3 പ്രധാന ആക്രമണങ്ങളാണ് കേട്ടോ അവിടെ നടത്തിയത്. ആ വർഷം ജനുവരിയിലാണ് റവല്യൂഷണറി കമാൻഡർ അഹമ്മദ് ഖസാമി വിമാനാപകടത്തിൽ കൊല്ലപ്പെടുന്നത്. വെറുമൊരു അപകടമെന്ന് സർക്കാർ ആദ്യം ഇതിനെ പറഞ്ഞെങ്കിലും അമേരിക്കയും ഇസ്രായേലും ചേർന്ന് വ്യാജ വിമാനാപകടമുണ്ടാക്കി കൊല്ലപ്പെടുത്തുകയായിരുന്നു പിന്നീട് തെളിഞ്ഞു. തൊട്ടടുത്ത മാസം മറ്റൊരു ചരക്ക് വിമാനം തകർന്ന് 96 പേരാണ് കേട്ടോ അവിടെ മരിച്ചത്. അതേ വർഷം നവംബറിൽ വീണ്ടും ഒരു സൈനിക വിമാനം തകർന്നു വീണു. 36 റവല്യൂഷണറി ഗാർഡുകൾക്കാണെന്ന് ജീവൻ പോയത്. ഈ അപകടങ്ങൾക്കെല്ലാം പിന്നിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കരങ്ങളാണെന്നാണ് ഇറാൻ പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇറാന്റെ സൈനിക ശക്തിയേക്കാൾ ഇസ്രായേൽ അപ്പോഴും ഭയപ്പെട്ടത് അവരുടെ ആണവ സ്വപ്നങ്ങൾക്കു മേലായിരുന്നു. 2006 ഏപ്രിലിൽ നദാൻസിലെ ആണവ നിലയത്തിൽ വൻ സ്ഫോടനമാണ് നടന്നത്. യന്ത്രങ്ങൾക്കുള്ളിൽ വ്യാജഭാഗങ്ങൾ തിരികെ കയറ്റിയായിരുന്നു ആ സ്ഫോടനം മൊസാദ് സൃഷ്ടിച്ചത്. അതിനുശേഷം അതായത് 2007 അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ് സിഐക്ക് ഇറാന്റെ ആണവ പദ്ധതിയെ ഏതു വിധേനയും തടയുക എന്നൊരു രഹസ്യ ഉത്തരവ് കൂടി നൽകുന്നുണ്ട്. തുടർന്ന് ലോകം കണ്ടത് ഞെട്ടിക്കുന്ന കൊലപാതക പരമ്പരകളാണ്. 2010 ക്വാണ്ടം ഭൗതിക ശാസ്ത്രജ്ഞനായ പ്രൊഫസർ മുഹമ്മദിയെയും മോട്ടോർ സൈക്കിളിലെത്തി കാറിൽ ബോംബ് പതിപ്പിച്ച് ഡോക്ടർ മജീദ് ഷഹരിയറെയും അവർ ഇല്ലാതാക്കി. റേഡിയോ ആക്റ്റീവ് വിഷം നൽകി തെരുവിലിട്ട് വെടിവെച്ചും ഇറാന്റെ ബുദ്ധികേന്ദ്രങ്ങളെ അവർ വേട്ടയാടി കൊന്നു. CIA, മൊസാദ്, MI6 എന്നീ ചാരസംഘടനകളുടെ ത്രിരാഷ്ട്ര സഖ്യത്തിനു നേതൃത്വം നൽകിയത് മൊസാദ് തലവനായ മേജർ ധാഗനായിരുന്നു. 100 കണക്കിന് പ്രതിഭകളെയാണ് അവർ ഈ കാലയളവിൽ കൊന്നു തള്ളിയിരിക്കുന്നത്. ഇത്രയേറെ സ്ഫോടനങ്ങളും അട്ടിമറികളും നേതാക്കളുടെ വധവും നേരിട്ടിട്ടും ഇറാൻ എന്ന പരമാധികാര രാജ്യം ഇന്നും പതറാതെ നിൽക്കുന്നു എന്നത് ഒരു വലിയ അത്ഭുതം തന്നെയാണ്. ഖാം പർവ്വതങ്ങൾക്കുള്ളിൽ രഹസ്യമായി ആണവ നിലയങ്ങൾ പണിതും ലോകത്തിന്റെ കണ്ണുവെട്ടിച്ച് സൈനിക ശേഷി വർദ്ധിപ്പിച്ചും അവർ ഇന്നും അതിജീവിക്കുന്നു. അലി ലാരിജാനിയുടെ വധം ഇറാന് വലിയൊരു ആഘാതം തന്നെയാണ്. ഇസ്രായേലിന്റെ ചാരക്കണ്ണുകൾ ടെഹ്റാനിലെ തെരുവുകളിൽ ഇന്നും സജീവമാണ് എന്നതിൻ്റെ തെളിവ് കൂടിയാണത്. എന്നാൽ ഒരു പ്രൊഫസർ മുഹമ്മദിയെ കൊന്നാലോ ഒരു ലാരിജാനിയെ വധിച്ചാലോ ഇല്ലാതാകുന്നതല്ല കേട്ടോ ഇറാന്റെ പോരാട്ട വീര്യം.